നല്ല തിരക്കുള്ള വൈകുന്നേരമാണല്ലേ. എന്നാൽ ക്യാമറയും കൂടെ വരട്ടെ. വൈകുന്നേരമാണ്, പെരുന്നാൾ തലേന്നത്തെ വൈകുന്നേരം. അന്തരീക്ഷമെല്ലാം ഇങ്ങനെ മഴ പെയ്യാൻ വേണ്ടി നോക്കി നിൽക്കുകയാണ്. നോമ്പ് മുറിക്കണം, പെരുന്നാളിലേക്കുള്ള പ്രിപ്പറേഷൻസ് വേണം, അങ്ങനെ പല കാര്യങ്ങളുണ്ട് ചെയ്തു ചേർക്കാൻ. വ്യത്യസ്തമായ 3 ജോഡി കൈകൾ കടുപ്പമുള്ള പണി ഈസിയാക്കി എന്ന് പറഞ്ഞ പോലെയായിരുന്നു. ബീഫ് കറിയായി, നെയ്പ്പത്തലിൻ്റെ പ്രിപ്പറേഷൻ, ബ്രെഡ് പൊരിക്കുന്നു, അങ്ങനെ പല പല കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്തു തീർത്തു. അതിൻ്റെ ഇടയിൽ എൻ്റെ പെരുന്നാൾ ഔട്ട്ഫിറ്റ് തയ്ച്ചത് റെഡിയായി എന്നും പറഞ്ഞ് ചേച്ചി വിളിച്ചു. അത് വാങ്ങാൻ ഒരു പോക്ക് അങ്ങോട്ടും പോയി. അന്തരീക്ഷം കണ്ടിട്ട് പെരുന്നാൾ വെള്ളത്തിലാവും എന്നാണ് വിചാരിച്ചത്. പക്ഷേ പെരുന്നാൾ തീരുന്നത് വരെ മഴ പെയ്തില്ല. ബാങ്ക് കൊടുത്തപ്പോൾ പെട്ടെന്ന് നോമ്പ് കുറിച്ചു. പിന്നാലെ തന്നെ ചായ വെച്ച് ചായ അകത്താക്കി. ചായ കൂടി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ മൈലാഞ്ചിട്ടൽ തുടങ്ങി. ഓരോരോ കുഞ്ഞിക്കൈകളിലും പെരുന്നാൾ മൈലാഞ്ചി നിറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴാണ് ശരിക്കും പെരുന്നാളിൻ്റെ മണം ഒന്ന് ചുറ്റും കിട്ടി തുടങ്ങിയത്. പിന്നെ നെയ്പ്പത്തിൽ പരത്തലായി, അത് എണ്ണയിലിട്ട് ചുട്ടെടുക്കലായി, പിന്നെ ഒരു ഭാഗത്ത് നാളത്തേക്കുള്ള കോഴിൻ്റെ മസാലയുടെ പ്രിപ്പറേഷൻസ്, അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഉമ്മാൻ്റെ സ്പെഷ്യൽ നല്ല കേക്ക്. കുഴച്ചതും മുറിച്ചതൊക്കെ ഉമ്മാണ്, പക്ഷേ എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുത്തത് ഞാനാണ്. അതൊരു മെനക്കെട്ട പണിയാണ്. പക്ഷേ പെരുന്നാളിന് ഇതല്ലല്ലോ ഒരു രസം. എല്ലാം കഴിഞ്ഞൊന്ന് ഫ്രഷായി കിടക്കാൻ വേണ്ടി റൂമിലേക്ക് വന്നപ്പം ജനാലയിലൂടെ പുറത്ത് പെരുന്നാൾ നിലാവ് ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്നു. സമയം നോക്കുമ്പം രാത്രി ഏകദേശം 1 മണി കഴിഞ്ഞിട്ടുണ്ട്. നിലാവ് നോക്കി നിന്ന് കളയാൻ സമയമില്ല, രാവിലെ നേരത്തെ എഴുന്നേക്കണം. അപ്പം എല്ലാവർക്കും ഈദ് മുബാറക്. ബൈ.